എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PS എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരാൻ പോകുന്ന LGS പരീക്ഷ ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ സീരീസിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ചോദ്യത്തിൽ നിന്നും അതിനുശേഷം വരുന്ന ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചോദ്യപേപ്പറിലെ 19ാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ക്ലാസ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോട് ജില്ല എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCRT ചാപ്റ്ററിൽ ഒരു ഡയഗ്രത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി എന്നറിയപ്പെടുന്ന പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് എന്ന കാര്യം നമുക്കറിയാം. പഴന്തീനി വവ്വാലുകൾ എന്ന് പറയാം. ഈ നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യം ഒരു ചാർട്ട് രൂപത്തിൽ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് പല സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ചാർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. വവ്വാലിൽ നിന്ന് നേരിട്ട് നമ്മുടെ മനുഷ്യരിലേക്ക് ഇത് എത്താം, അല്ലെങ്കിൽ വവ്വാല് ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെ അത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വൈറസ് നമ്മളിലേക്ക് എത്താം. വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം എന്നിവയിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇനി വവ്വാല് ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ പന്നി ഭക്ഷിക്കുകയും അങ്ങനെ പന്നികളിൽ നിന്ന് എന്ത് ചെയ്യാം, മനുഷ്യരിലേക്ക് നിപ്പ പകരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിപ്പ ബാധിതരിൽ നിന്ന് ബാധിക്കാത്തവരിലേക്കും എന്ത് ചെയ്യാം, ഇത് പകരാം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നേ ഉള്ളൂ. ഈ നിപ്പ വൈറസ് എങ്ങനെയെല്ലാമാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ടും ഈ നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി എന്ന് ചോദിച്ചാൽ അത് പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. വവ്വാലിൽ നിന്ന് നേരിട്ട് നമ്മളിലേക്ക് വരാം. വവ്വാല് ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെ വരാം. വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം എന്നിവയിലൂടെ വരാം. വവ്വാൽ ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ പന്നി ഭക്ഷിക്കുകയും പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്കും എന്ത് ചെയ്യാം, നിപ്പ ബാധിതരായിട്ട് വരാമെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നിപ്പ ബാധിതരിൽ നിന്നും എന്ത് ചെയ്യാം, മറ്റുള്ളവരിലേക്ക്, നിപ്പ ഇല്ലാത്തവരിലേക്കും ഇത് വരാം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇപ്പോൾ നമ്മളിവിടെ നിപ്പയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം ചോദിച്ചാലോ, അത് നമ്മുടെ കേരളമാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. രണ്ടാമത് ചോദിച്ചാൽ ഏതാണ്, ആലപ്പുഴ ജില്ലയാണ്. മൂന്നാമത് കാസർഗോഡ് ജില്ലയാണ്. എന്നീ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്താണ്. ഗുജറാത്ത് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ദണ്ഡി കടപ്പുറം ഏത് രീതിയിലാണ് പ്രസിദ്ധമായത്? ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവർക്കും അതിൻ്റെ ഉത്തരം അറിയാം. ചരിത്ര പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ദണ്ഡി കടപ്പുറം പ്രസിദ്ധമാവുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1930 ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയാണ്. ഇതിനാണ് നമ്മൾ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര എന്ന് പറയുന്നത്. ഈ ദണ്ഡി യാത്ര ആരംഭിക്കുന്ന തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1930 മാർച്ച് മാസം 12-ാം തീയതിയാണ് ദണ്ഡി യാത്ര ആരംഭിക്കുന്നത്. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 385 കിലോമീറ്റർ, SCRT പോയിന്റ് ആണ്, 385 കിലോമീറ്റർ അല്ലെങ്കിൽ 240 മൈൽ എന്ന് പറയാം. ആ 385 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് മഹാത്മാഗാന്ധിയും കൂടെ 78 അനുയായികളും നടത്തിയ ആ ഒരു യാത്രേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആൾക്കാരുണ്ടായിരുന്നു വെച്ചാൽ 78 പേര് പ്ലസ് ഗാന്ധിജി. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 79. ഗാന്ധിയോടൊപ്പം എത്ര പേരെന്ന് ചോദിച്ചാൽ 78 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് ആരംഭിച്ചത് എന്നാന്ന് വെച്ചാൽ 1930 മാർച്ച് മാസം 12-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1930 മാർച്ച് മാസം 12-ാം തീയതിയാണ്. അങ്ങനെ ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുന്നത് 1930
ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. തുടർന്ന് ഉപ്പ് കുറുക്കിക്കൊണ്ട് ആ ഉപ്പ് നിയമത്തെ ലംഘിക്കുന്നത് ഏപ്രിൽ മാസം 6-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു യാത്ര പുറപ്പെടും മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്കാണ്, ഒന്നെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്ന് പറഞ്ഞത് ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പ് മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. SCRT പോയിന്റാണ്. ഒന്നെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഇത് ആര് പറഞ്ഞ വാക്കാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നും ചോദിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞതാരാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയാണ്. സാഹചര്യം ചോദിച്ചാൽ ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പ് അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹത്തിന് പോകും മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ 1930 മാർച്ച് 12 എന്ന തീയതി ഓർത്തിരിക്കണം. 1930 ഏപ്രിൽ 5, ഏപ്രിൽ 6 എന്നീ തീയതികളും ഓർത്തിരിക്കുക. 1930 ദണ്ഡി യാത്രയുടെ സമയത്ത് ഗാന്ധിയും അനുയായികളും ആലപിച്ച ഗാനം ചോദിച്ചാൽ അത് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, രഘുപതി രാഘവ രാജാറാം ദണ്ഡി യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, 1930 ദണ്ഡി യാത്രയുടെ സമയത്ത് ഗാന്ധിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. ഈ ഒരു ഗാനത്തിന് ഈണം നൽകിയത് ആരാണെന്ന്, രഘുപതി രാഘവ രാജാറാം എന്ന ഈ ഒരു ഗാനത്തിന് ഈണം നൽകിയത്, ഈ ഒരു ഗീതത്തിന് ഈണം നൽകിയത് ആരാന്ന് PSC പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിഷ്ണു ദിഗംബർ പുലുസ്കർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന പേര് വിഷ്ണു ദിഗംബർ പുലുസ്കർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു പേര് ഇവിടെ പരിചയപ്പെട്ടത്? മഹാത്മാഗാന്ധിയും അനുയായികളും നടത്തിയ ദണ്ഡി യാത്ര സമയത്ത് ഗാന്ധിയും അനുയായികളും ആലപിച്ച ഗീതമാണ് രഘുപതി രാഘവ രാജാറാം. ഈ ഒരു ഗീതത്തിന് ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പുലുസ്കർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉപ്പു സത്യാഗ്രഹത്തിന് പലരും നേതൃത്വം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് C രാജഗോപാലാചാരിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് C രാജഗോപാലാചാരി ഈ പറയുന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മാർച്ച് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പേര് C രാജഗോപാലാചാരി. ഇദ്ദേഹമാണ് ഈ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഇതിന് നേതൃത്വം നൽകിയത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് ഈ ഒരു ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആ ഒരു യാത്ര നടന്നത്. അതുകൊണ്ട് തന്നെ C രാജഗോപാലാചാരിയെയാണ് കേരള PSC പരീക്ഷയിൽ പലപ്പോഴായി റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ C രാജഗോപാലാചാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിലും ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഈ ഒരു ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ 2 പേരുകൾ, ഒന്ന് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും മറ്റൊന്ന് P കൃഷ്ണപിള്ളയുമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ അവിടെ ഇതിന് നേതൃത്വം നൽകിയ 2 നേതാക്കളാണ് P കൃഷ്ണപിള്ളയും മറ്റൊന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും. കേരളത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥ അതിന് നേതൃത്വം നൽകുന്ന വ്യക്തി K കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് എടുത്തൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ K കേളപ്പനാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് കോഴിക്കോട് ഭാഗത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ 2 പേരുകളാണ്. അത് SCRT പറയുന്നുണ്ട്. അതൊന്ന് മുഹമ്മദ് അബ്ദുറഹിമാനും മറ്റൊന്ന് P കൃഷ്ണപിള്ളയുമാണ്. എന്നാൽ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നതുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. കിഴക്കൻ പ്രവേശികളിൽ പ്രത്യേകിച്ച് ഈ നാഗാലാൻഡ് ആ ഒരു ഭാഗങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാണി
ഗെയ്ഡിൻലിയു എന്ന പേര് ഓർക്കണം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് കിഴക്കൻ പ്രവിശ്യകളിൽ, പ്രത്യേകിച്ചും ഈ നാഗാലാൻഡ് ആ ഒരു ഭാഗത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാണി ഗെയ്ഡിൻലിയു എന്ന പേര് ഓർത്തിരിക്കുക. റാണി ഗെയ്ഡിൻലിയു എന്ന പേര് ഓർക്കുക. ഇവരെയാണ് ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ റാണി ഗെയ്ഡിൻലിയുവിനെയാണ് ജവഹർലാൽ നെഹ്റു എന്തെന്ന് വിശേഷിപ്പിച്ചത്? നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. പെഷവാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, പെഷവാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ട കുറച്ച് പേരുകളാണ്. ഒന്ന് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ സി രാജഗോപാലാചാരിയാണ്. തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് ആ ഒരു ജാഥ നടന്നത്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന സി രാജഗോപാലാചാരിയാണ്. കേരളത്തിലേക്ക് വന്നപ്പോൾ അവിടെ കോഴിക്കോട് ഭാഗത്ത് പി കൃഷ്ണപിള്ളയും മുഹമ്മദ് അബ്ദുറഹ്മാനുമാണ് നേതൃത്വം നൽകിയത്. എന്നാൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നും വിശേഷിപ്പിക്കുന്നു. കിഴക്കൻ പ്രവിശ്യകളിൽ പ്രത്യേകിച്ച് നാഗാലാൻഡ് ആ ഒരു ഭാഗത്തൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻലിയു ആണ്. ഇവരെയാണ് ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. പെഷവാറിലേക്ക് വരുമ്പോൾ അവിടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് 21ാമത്തെ ചോദ്യമാണ്. 21ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, കെ കേളപ്പനാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആരെന്നൊരു ചോദ്യം പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട കെ കേളപ്പനാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ അതുപോലെ തന്നെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നേതാവാണ് കെ കേളപ്പൻ. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിൻ്റെ ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നത് ഈ പറയുന്ന ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ റെയിൽവേ ഉണ്ട്, കമ്പിത്തപാലുണ്ട്, പോലീസുണ്ട്, വാർത്താവിനിമയമുണ്ട്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് പോലീസാണ് ഇവിടെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് പോലീസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് ഈ പറയുന്ന സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. റെയിൽവേയും കമ്പിത്തപാലും വാർത്താവിനിമയം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതായത് കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അധികാരമുള്ളതാണ് നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 23ാമത്തെ ചോദ്യം, രവികുമാർ ദാഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവസായം, സാമ്പത്തികം, രാഷ്ട്രീയം, സ്പോർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പോർട്സ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഹരിയാനയിലെ നാഹിരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഗുസ്തി താരമാണ് രവികുമാർ ദാഹിയ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സ്പോർട്സ് എന്ന് ചോദിച്ചെങ്കിൽ നാളെ ചിലപ്പോൾ ഗുസ്തി എന്നായിരിക്കും ഓപ്ഷനിലേക്ക് വരിക. 2024 നടന്ന ഫ്രാൻസ് ഗ്രാൻഡ് പ്രിക്സ് ടൂർണമെൻറ്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ താരമാണ് രവികുമാർ ദാഹിയ. 2024 നടന്ന ഫ്രാൻസ് ഗ്രാൻഡ് പ്രിക്സ് ടൂർണമെൻറ്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ താരമാണ് രവികുമാർ ദാഹിയ. അതേപോലെ 2020 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം കൂടിയാണ് രവികുമാർ ദാഹിയ എന്ന കാര്യം ഓർത്തിരിക്കുക. ഒളിമ്പിക്സിൽ വെള്ളി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ഗുസ്തി താരമാണ് രവികുമാർ ദാഹിയ.
ആദ്യത്തെ ഇന്ത്യൻ ഗുസ്തി താരം ആരെന്ന് ചോദിച്ചാൽ 2012 ലണ്ടൻ ഒളിമ്പിക്സിലെ സുശീൽ കുമാർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലെ വെങ്കല മെഡൽ ജേതാവ് കൂടിയാണ് രവികുമാർ ദാഹിയ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് രവികുമാർ ദാഹിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ 2024 നടന്ന ഫ്രാൻസ് ഗ്രാൻഡ് പ്രിക്സ് ടൂർണമെന്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി ഗുസ്തി താരം ആരെന്ന് ചോദിച്ചാൽ രവികുമാർ ദാഹിയ എന്നൊരു പേര് ഓർത്തിരിക്കണം. ഒരുപക്ഷെ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ഒരു ചോദ്യമായി പ്രതീക്ഷിക്കാം. ഒളിമ്പിക്സിൽ വെള്ളി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ഗുസ്തി താരമാണ് രവികുമാർ ദാഹിയ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആരെന്ന് ചോദിച്ചാൽ സുശീൽ കുമാറാണ്. ഏത് ഒളിമ്പിക്സിലാണെന്ന് ചോദിച്ചാൽ 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. രവികുമാർ ദാഹിയയിലേക്ക് വരുമ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. അത് പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് അവർ വെള്ളി നേടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 24ാമത്തെ ചോദ്യമാണ്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് എന്നതാണ് നമ്മുടെ ചോദ്യം. കോത്താരി കമ്മീഷൻ, ക്യാബിനറ്റ് മിഷൻ, സൈമൺ കമ്മീഷൻ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടതാണ് സൈമൺ കമ്മീഷൻ. 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ 1919 ഭരണ പരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക തലത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1927 ആരെ നിയമിക്കുന്നത്? സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 1927. ഈ സൈമൺ കമ്മീഷൻ അത് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകരിച്ച എന്നാണെന്ന് ചോദിച്ചാൽ അത് ഈ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സർ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സർ ജോൺ സൈമൺ എന്ന പേരാണ് നമുക്കവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. സർ ജോൺ സൈമൺ അധ്യക്ഷനായ ഈ ഒരു സൈമൺ കമ്മീഷനിൽ മൊത്തം 7 പേരാണ് ടോട്ടൽ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. സർ ജോൺ സൈമൺ അധ്യക്ഷനായ സൈമൺ കമ്മീഷനിൽ എത്ര പേരാണുള്ളത്? 7 പേരാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഈ സൈമൺ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. ഈ സൈമൺ കമ്മീഷൻ മുംബൈയിൽ എത്തിച്ചേരുന്നത് ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ മുംബൈയിൽ എത്തിച്ചേരുന്നത് 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1928 ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു 1927 രൂപീകരിച്ചു. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് ഔദ്യോഗികമായിട്ട് അറിയുന്നു. സർ ജോൺ സൈമൺ ആണ് ഇതിൻ്റെ അധ്യക്ഷൻ. ഇതിൽ മൊത്തം 7 അംഗങ്ങളുണ്ട്. അതേപോലെ തന്നെ 1928 ഫെബ്രുവരി 3-ന് അവരെവിടെ എത്തിച്ചേരുന്നു? നമ്മുടെ മുംബൈയിൽ എത്തിച്ചേരുകയാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭുവാണ്. ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ സൈമൺ കമ്മീഷനിലെ അംഗമാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ടോട്ടൽ 7 അംഗങ്ങളാണ് ഈ സൈമൺ കമ്മീഷനിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഒരു അംഗമാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. സൈമൺ കമ്മീഷൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കളിയാക്കി വിളിച്ചു വൈറ്റ് മെൻ കമ്മീഷൻ എന്ന്. എന്താണ്? വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് വിളിച്ചു. വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് വിളിച്ചു. അപ്പോൾ സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ വൈറ്റ് മെൻ കമ്മീഷനാണ്. ഔദ്യോഗിക നാമം ചോദിച്ചാൽ അത് നമ്മൾ പഠിച്ചു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഇത് രൂപീകരിച്ച എന്നാന്ന് ചോദിച്ചാൽ 1927 ഇത് നമ്മുടെ മുംബൈയിൽ എത്തിച്ചേർന്ന എന്നാന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത വർഷം 1928 ഫെബ്രുവരി 3-നാണ്. ഇതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ
7 അംഗങ്ങളാണുള്ളത്. അതിൽ നേതൃത്വം നൽകിയ വ്യക്തിയാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സർ ജോൺ സൈമൺ ആണ്. ഇതിലൊരു അംഗമാണ് ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായ വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ സൈമൺ കമ്മീഷനെയാണ് വൈറ്റ്മൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അതിനൊരു കാരണം പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇന്ത്യക്കാരായ ആരും തന്നെ അതിൽ അംഗമല്ലായിരുന്നു എന്നതാണ് കാരണമായിട്ട് പറയുന്നത്. അങ്ങനെ സൈമൺ കമ്മീഷനെതിരായിട്ട് ഒരു പ്രമേയം INCയിൽ പാസ്സാക്കുകയാണ്. ആ പ്രമേയം പാസ്സാക്കിയത് 1927 മദ്രാസ് INC സമ്മേളനത്തിലാണ്. 1927 മദ്രാസ് INCയിൽ സൈമൺ കമ്മീഷനെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നു. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ MA അൻസാരി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. MA അൻസാരി ആണ് 1927 മദ്രാസ് INCയിൽ അധ്യക്ഷത വഹിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. മദ്രാസിൽ ഈ പറയുന്ന സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രക്ഷോഭം നയിച്ച വ്യക്തി ടി പ്രകാശമാണ്. ടി പ്രകാശം എന്ന് പറയുന്ന പേരും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഈ ഒരു സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ അതിൻ്റെ ഇടയിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. അതാണ് ലാലാ ലജ്പത് റായ്. പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ലാലാ ലജ്പത് റായ് ഉത്തരം കിട്ടുന്ന ചോദ്യം. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലാലാ ലജ്പത് റായ് ആണ്. ഇവിടെ ഒരു വാക്ക് നമ്മൾ പരിചയപ്പെടുകയാണ്. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് ഈ ഒരു സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ച ആരെന്ന് വെച്ചാൽ ശിവസ്വാമി അയ്യറാണ്. എന്താണ്? ശിവസ്വാമി അയ്യറാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത നടത്തിയ പ്രതിഷേധത്തിനായിട്ട് ഉപയോഗിച്ചൊരു മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം. സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം. അപ്പോൾ ഈ ഒരു മുദ്രാവാക്യം ആരാണ് ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ യൂസഫ് മെഹർലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു പേരാണ് യൂസഫ് മെഹർലി. അദ്ദേഹമാണ് ഈ പറയുന്ന സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. അങ്ങനെ സൈമൺ കമ്മീഷൻ ഇവിടെ എത്തിച്ചേരുന്നു. അവർ റിപ്പോർട്ട് 1930 എന്താണ് പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ ഇവിടെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1930 കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ സ്റ്റാൻലി ബാൾഡ്വിൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്റ്റാൻലി ബാൾഡ്വിൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആ ഒരു പദവിയിലുണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ ലോർഡ് ബിർക്കൻ ഹെഡ് എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. ലോർഡ് ബിർക്കൻ ഹെഡ് എന്ന പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നമ്മൾ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 24ാമത്തെ ചോദ്യം. ആ 24ാമത്തെ ചോദ്യം ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ നിയമിക്കപ്പെട്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സൈമൺ കമ്മീഷനാണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന കോത്താരി കമ്മീഷൻ PSC പരീക്ഷയിൽ എപ്പോഴും ചോദ്യമായിട്ട് വരുന്നതാണ്. കോത്താരി കമ്മീഷൻ നമുക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമായ കമ്മീഷനാണ്. 1964 രൂപീകരിച്ച DS കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന DS കോത്താരി കമ്മീഷൻ തന്നെയാണ്. കോത്താരി കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഉൾപ്പെടുന്നതാണ് നമ്മളെല്ലാം പഠിച്ച 10+2+3 എന്ന് പറയുന്ന ഈ ഒരു രീതി. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, നമ്മളെ VHSC പോലുള്ളവയ്ക്ക് നടപ്പിലാക്കുക എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്ന് പറഞ്ഞതും കോത്താരി കമ്മീഷനാണ്. ഞാനിവിടെ പറഞ്ഞ ഈ എല്ലാ പോയിന്റുകളും SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഒരു പോയിന്റാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒരു അധ്യായത്തിൽ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. രൂപീകരിച്ച ചില കമ്മീഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിലുൾപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന കോത്താരി കമ്മീഷൻ.
അപ്പോൾ ആ കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടെ നൽകിയിരുന്ന കോത്താരി കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്ന് പറഞ്ഞ് നൽകിയിരുന്ന 3 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തത്. അതിൽ PSC പലപ്പോഴായി ചോദിച്ചിരുന്ന ഒന്നാണ് 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനിലൂടെയാണ്. അതേപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? കോത്താരി കമ്മീഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നതും ഇദ്ദേഹത്തിന്റെ ശുപാർശയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും കോത്താരി കമ്മീഷനാണ്. രൂപീകരിച്ച വർഷം 1966 വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമായ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ DS കോത്താരി കമ്മീഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊന്നാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ നമുക്കറിയാം, ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് 1946 ഇന്ത്യയിലേക്ക് എത്തിയ കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആണ്. നമ്മൾ തൊട്ടു മുമ്പ് സൈമൺ കമ്മീഷനിൽ അംഗമായ ആ വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷനെ അയക്കുന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. മാർച്ച് മാസം 23 ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ഇതിന് 3 അംഗങ്ങളാണ് ഉള്ളത്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. പത്വിക് ലോറൻസ് ആണ് ഇതിന്റെ തലവനായിട്ട് വരുന്നത്. സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് മറ്റ് 2 അംഗങ്ങൾ. അപ്പോൾ ഇതിലെ അംഗങ്ങളുടെ പേരുകൾ കൃത്യമായി പഠിച്ചു വെക്കണം. പത്വിക് ലോറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ തലവനാണ്. അപ്പോൾ ഇതിൽ ഒരു അംഗത്തിന്റെ പേര് പരിചയപ്പെട്ടു, പത്വിക് ലോറൻസ്. മറ്റൊരു അംഗമാണ് സ്റ്റഫോർഡ് ക്രിപ്സ്. അപ്പോൾ അടുത്തൊരു അംഗത്തിന്റെ പേര് നമ്മൾ പരിചയപ്പെട്ടു, സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത് ഇതിലെ മറ്റൊരു അംഗമാണ്. അതുപോലെ മറ്റൊരു അംഗമാണ് AV അലക്സാണ്ടർ. മറ്റൊരു അംഗമാണ് AV അലക്സാണ്ടർ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇതിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. ഇതിന്റെ തലവൻ പത്വിക് ലോറൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ നമ്മുടെ ഇന്ത്യയിൽ എത്തുമ്പോൾ നമ്മുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ് എന്നറിയാം. ഈ ക്യാബിനറ്റ് മിഷന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നിർദ്ദേശമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം എന്നാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ A, സിവിൽ ആജ്ഞാ ലംഘനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഗാന്ധിജി ദണ്ഡി യാത്രയോടെ ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തോടെ ആരംഭിച്ച ആ ഒരു പ്രക്ഷോഭം ഏതെന്ന് വെച്ചാൽ സിവിൽ ആജ്ഞാ ലംഘനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച 2ാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് ഈ പറയുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നും, ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അത് 1920 കാലഘട്ടത്തിൽ നൽകിയ ഈ ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച 2ാമത്തെ ജനകീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് സിവിൽ ആജ്ഞാ ലംഘനമാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ INC സമ്മേളനം 1929 ലാഹോർ INC ആണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ INCയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളൊക്കെ പാസ്സാവുന്നത്. തുടർന്ന് 1930 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നു. സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൃത്യമായിട്ട് SCR ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ലിസ്റ്റ് ഇട്ട് ഉപ്പ് നികുതി എടുത്തു കളയുക എന്നതാണ് 1ാമത്തെ ആവശ്യമായിട്ട് പറയുന്നത്. 2ാമത്തെ ആവശ്യം കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. എത്ര ശതമാനം കൃത്യമായി എടുത്തു പഠിച്ചേക്കുക, 50%. ചിലപ്പോൾ ഓപ്ഷനിൽ 75% എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകും. പക്ഷെ ഇവിടെ എന്താണ്, ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി എന്ത് ചെയ്യണം, കൂട്ടാനാണ് പറഞ്ഞത്. വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി എന്ത് ചെയ്യണം, കൂട്ടണം. രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യണം, വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എന്ത് ചെയ്യണം, വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതായത് സൈനിക ചെലവും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എന്ത് ചെയ്യണം, വെട്ടിക്കുറയ്ക്കണം എന്ന് പറയുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. 1, ഉപ്പ് നികുതി എടുത്തു കളയുക.
2 കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. 3 വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യണം, വിട്ടയക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എന്ത് ചെയ്യണം, വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യണം, പിരിച്ചുവിടണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കാൻ പറഞ്ഞു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക എന്നും ആര് പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് കൃത്യമായി SCRT-യിൽ പറഞ്ഞു പോകുന്നതാണ്. ഓരോ പോയിന്റുകളും കൃത്യമായി പഠിച്ചു വെക്കുക. ഉപ്പ് നികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. എത്ര ശതമാനമാണ്, 50%. വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യണം, വിട്ടയക്കണം എന്ന് പറഞ്ഞു. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എന്ത് ചെയ്യണം, വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യണം, പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക എന്നും ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് ഗാന്ധിജി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിന് നൽകുന്നത് 1930 മാർച്ച് മാസം 2-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1930 മാർച്ച് മാസം 2-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ഉപ്പു സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന കാര്യം ഓർക്കുക. എന്നാൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയാരെന്ന് ചോദിച്ചാൽ, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് അറസ്റ്റ് വരിച്ച വനിതയാരെന്ന് ചോദിച്ചാൽ രുക്മിണി ലക്ഷ്മിപതിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. എന്താണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്, രുക്മിണി ലക്ഷ്മിപതി എന്ന പേര് ഓർത്തിരിക്കുക. രുക്മിണി ലക്ഷ്മിപതി എന്ന പേര് ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയാരെന്ന് ചോദിച്ചാൽ രുക്മിണി ലക്ഷ്മിപതി എന്ന പേരാണ് ഓർത്തിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും നമ്മൾ കഴിഞ്ഞ ഒരു ചോദ്യ പേപ്പറിൽ നമ്മൾ പഠിച്ചതാണ്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദണ്ഡി യാത്ര, ആ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളുണ്ട്. നമ്മുടെ ചോദ്യമായിട്ട് റിപ്പീറ്റായിട്ട് എപ്പോഴും വരുന്നതാണ്. ആ പേരുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഇതിനു മുമ്പത്തെ ഒരു ചോദ്യ പേപ്പറിൽ നമ്മളത് കണ്ടതാണ്. ആ പേരുകൾ നെയ്യാറ്റിൻകര സി കൃഷ്ണൻ എന്നതാണ് ഒന്നാമത്തെ പേര്. ഒന്നാമത്തെ പേര് എന്താണ്, സി കൃഷ്ണൻ എന്ന പേര് ഓർത്തിരിക്കുക. അടുത്ത പേര് മായങ്കര ശങ്കരൻ എന്നതാണ്. അപ്പോൾ അടുത്ത പേരെന്താണ്, ശങ്കരൻ എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത പേര് ഷൊർണൂർ രാഘവ പൊതുവാൾ എന്നതാണ്. അപ്പോൾ അടുത്ത പേര് നമ്മൾ പരിചയപ്പെട്ടു, രാഘവ പൊതുവാൾ എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നാലാമത്തെ പേര് കോട്ടയം ടൈറ്റസ് എന്നതാണ്. അപ്പോൾ ടൈറ്റസ് എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടെന്നാണ്, ഗാന്ധിജിയോടൊപ്പം മൊത്തം 79 പേരാണ് ഈ പറയുന്ന ദണ്ഡി യാത്രയിൽ ഉണ്ടായിരുന്നത്. ഗാന്ധി ഉൾപ്പെടെ 79, അനുയായികളായിട്ട് 78 പേര്. ആ 78 പേരിൽ ഈ പറഞ്ഞവർ മലയാളികളാണ്. അതായത് സി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, പൂർണ്ണമായിട്ട് പറഞ്ഞാൽ നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, അതുപോലെ തന്നെ മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, മറ്റൊരു പേരാണ് കോട്ടയം ടൈറ്റസ്. കോട്ടയം ടൈറ്റസ്, ഷൊർണൂർ രാഘവ പൊതുവാൾ, മായങ്കര ശങ്കരൻ, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര സി കൃഷ്ണൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അപ്പം ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ, നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, മറ്റൊരു പേര് കോട്ടയം ടൈറ്റസ്. റിപ്പീറ്റായി പഠിച്ചോ. നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു ചോദ്യം കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ LGS മെയിൻ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം കണ്ടതാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ അല്ലാത്തതാര് എന്നൊരു ചോദ്യം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം പറഞ്ഞ സമയത്തും ഈ പേരുകൾ അവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയതായിരുന്നു. ഇനി ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം, അതായത് ഈ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജി എന്ന പേരാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മളിവിടെ പരിചയപ്പെട്ട പേര് അബ്ബാസ് തിയാബ്ജി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ അബ്ബാസ് തിയാബ്ജിയുമായി ബന്ധപ്പെട്ട് എന്താണ്, ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജിയാണ്. ആരാണ്, അബ്ബാസ് തിയാബ്ജിയാണ്. ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ച ജയിൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പൂനെയിലെ എർവാദ ജയിലാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ എർവാദ ജയിലിലാണ് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പൂനെയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ തുടക്കത്തിൽ ഗാന്ധിജിയുടെ ആ ഒരു രൂപത്തെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പരിഹസിക്കുന്നുണ്ട്. മെലിഞ്ഞ ശരീരവും ചിലന്തിവല പോലത്തെ വസ്ത്രവും എന്ന് പുച്ഛിക്കുകയും ചെയ്ത അമേരിക്കൻ വാർത്താ മാസികയാണ് ടൈം മാസിക എന്ന കാര്യം ഓർത്തിരിക്കുക.
അപ്പോൾ അമേരിക്കൻ വാർത്താ മാസികയായിട്ടുള്ള ടൈം മാസിക ഗാന്ധിജിയെ പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ് ഈ ഒരു പേരിലൂടെ. മെലിഞ്ഞ ശരീരവും ചിലന്തി വല പോലത്തെ വസ്ത്രവുമെന്ന് ഈ പറയുന്ന ഗാന്ധിജിയെ പുച്ഛിച്ച അമേരിക്കൻ വാർത്താ മാസിക ഏതെന്ന് ചോദിച്ചാൽ അത് ടൈം മാസികയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. അതേ തുടർന്നാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പങ്കെടുക്കുന്നത്. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന സിവിൽ നിയമലംഘന സമരം പിൻവലിച്ചു എന്ന് പറഞ്ഞത് 1934 മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. എപ്പോഴും PSC ചോദിക്കുന്നതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി വർഷം 1931. ഏത് ഉടമ്പടിയെ തുടർന്നാണ് മഹാത്മാഗാന്ധി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. അതിൽ മഹാത്മാഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന്. ഇതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന സിവിൽ നിയമലംഘന സമരം പിൻവലിച്ചത് 1934 മാർച്ച് മാസത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ സിവിൽ നിയമലംഘനം എന്ന് പറയുന്ന ഈ ഒരു ആശയം മഹാത്മാഗാന്ധിക്ക് ലഭിക്കുന്നത് ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ലേഖനത്തിൽ നിന്നാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ലേഖനം, പരിചയപ്പെട്ടത് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ലേഖനം. ഈ ഒരു ലേഖനം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹെൻറി ഡേവിഡ് തോറോ എന്നതാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന പേര് ഹെൻറി ഡേവിഡ് തോറോ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ നിന്നാണ് ഈ പറയുന്ന നിയമലംഘനം, സിവിൽ നിയമ ലംഘനം എന്ന ആ ഒരു ആശയം ഗാന്ധിജിക്ക് ലഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ചോദ്യത്തോടു കൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ തുടർന്നുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഓരോ ചോദ്യത്തിലെയും ഓരോ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പരീക്ഷയിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഓരോ ചോദ്യം പഠിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിൻ്റെ ഓപ്ഷനിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഗൈഡൊക്കെ നോക്കിയിട്ട് വായിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഇനി അവശേഷിക്കുന്ന ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനമുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൈഡ് നോക്കിയിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊക്കെ വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.